ഹേ എവരിവൺ, ഹാപ്പി ഓണം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓണമൊക്കെ അല്ലേ, ഒരു ചെറിയ സദ്യ ആവാം അല്ലേ. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞി സദ്യ റെഡിയാക്കി എടുക്കാം. ഇത്തവണത്തെ സദ്യ നമ്മൾ ഇതൊക്കെ വെച്ചാണ് ഉണ്ടാക്കണേ. അപ്പൊ എങ്ങനെയാ, ഓണം വ്ലോഗിലേക്ക് പോവല്ലേ. ഈ ബീട്രൂട്ട് നമുക്ക് ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടേ. ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ്, ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്തിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പൊ ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് വെച്ച് നമുക്ക് ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം, ഒരു പച്ചടി ഉണ്ടാക്കാം. ഇത് ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. മാത്രമല്ല ഈ ഒരു എക്യുപ്മെന്റ് വെച്ച് ചെയ്യുമ്പം നല്ല സിമ്പിളാണ്. ഇതിനകത്ത് വന്നിങ്ങനെ കിടന്നോളും. നമ്മൾ രണ്ടുപേർക്കുള്ള ഓണാക്കിയ നമ്മളിന്ന് സദ്യ ഉണ്ടാക്കുന്നത് കുറച്ചേ ഉണ്ടാക്കണുള്ളേ. നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പൊ ഇച്ചിരി ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് പച്ചടി ഉണ്ടാക്കാം. അപ്പൊ അതിന് നമ്മൾ അരിഞ്ഞിട്ട് സെറ്റാക്കാം. നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്യൂബ്സ് ആക്കി എടുത്താൽ മതി. ഞാൻ എന്റേതായ രീതിയിൽ ഉണ്ടാക്കണം. ഇത് കറക്റ്റ് ഉണ്ടാക്കുന്ന രീതിയാണോന്നൊന്നും എനിക്കറിയില്ല. മാമ്പഴ പുളിശ്ശേരിക്ക് പകരം നമ്മൾ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. ഇങ്ങനെ ഒരു ടിന്ന് നമുക്ക് ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പൊ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മാമ്പഴ പുളിശ്ശേരിക്ക് ഒരു റീപ്ലേസ്മെന്റ് എന്നൊക്കെ വേണേൽ പറയാം. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാലട മിക്സ് ആണ്. നാട്ടിൽ ഈ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, അപ്പൊ കൊണ്ടുവന്ന മിക്സ് ആണ്. ഇത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന അടയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇത് വെച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം. ഈ അട നമുക്ക് വേവിച്ചിട്ട് ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി ഒരു തിക്നെസ് ഉണ്ടാവുമല്ലോ. അപ്പൊ പായസം നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളൊരു മത്തങ്ങ, ചെറിയ മത്തങ്ങ വാങ്ങിയിട്ടുണ്ട്. ഈ മത്തങ്ങയും ഈ പയറും ഉപയോഗിച്ചിട്ട് നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാം. പിന്നെ എരിശ്ശേരിയിൽ നമ്മൾക്ക് തേങ്ങ ആഡ് ചെയ്യണമല്ലോ. സദ്യയിലെ മെയിൻ ഐറ്റം ആണല്ലോ തേങ്ങ. അപ്പൊ നാട്ടില് എപ്പോഴും തേങ്ങ ചേർക്കണതാണ് സദ്യ ഉണ്ടാക്കുമ്പോ പറയണ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അമ്മ പറയണ കേട്ടോടെ. ഇവിടെ നമുക്ക് അത് വാങ്ങണ്ട. അതിന് പകരം കോസ് റാസ്കൽ വാങ്ങിയത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് അരപ്പുകളെല്ലാം റെഡിയാക്കാം. ഇനി ഇത് രണ്ടും വെച്ച് നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാം, മസാലക്കറി. അപ്പൊ ഉരുളൻകിഴങ്ങുണ്ട്. ഇതും ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്, ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. വെള്ളക്കടലയാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് കാളനാണ്. കാളന് വേണ്ടി ഞാൻ 2 പഴം വാങ്ങിയിട്ടുണ്ട്. ഇത് ചെനച്ച കായാണ്. ഇത് ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ കാളൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതിന്ന് ഇച്ചിരി മാറ്റി വെച്ചിട്ട് നമുക്ക് കായ വറുത്തതും ഉണ്ടാക്കാം കുറച്ച്. ഇത് കൂടാണ്ട് നമ്മള് ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി സാമ്പാറും ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ രസവും വെക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓണത്തിന് ഉണ്ടാക്കുന്ന കറികള്. ഞാൻ നേരത്തെ കാണിച്ച ടിന്നിലെ പൈനാപ്പിൾ ആണ് ഇത്. ഈ പൈനാപ്പിൾ നമുക്ക് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കാം. ഇത് വെച്ച് നമ്മൾ പൈനാപ്പിൾ പുളിശ്ശേരിയാണ് ഉണ്ടാക്കണത്. പണ്ട് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കിനും അമ്മ സദ്യയൊക്കെ റെഡിയാക്കും കേട്ടോ. ഫുൾ സെറ്റായിരിക്കും. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവണം അമ്മ എന്തൊരു സ്പീഡായിരുന്നു എന്നുള്ളത്. ഓരോ കറികളും ഞാനിവിടെ പതുക്കെ പതുക്കെ ഓരോ സൈഡിൽ നിന്നാണ് തുടങ്ങണേ. ഇതാണ് സുഖീനി. ഇത് ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു വെജിറ്റബിൾ ആണ്. നമ്മുടെ കേരള സദ്യയിലെ മെയിൻ ആണല്ലോ അവിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് സുഖീനിയാണ്. ഇത് വെള്ളരിക്കയ്ക്ക് പകരമാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ. കഷ്ണങ്ങളൊക്കെ ഇടുമ്പോൾ ഇത് ഏറ്റവും അവസാനം ഇട്ടാൽ മതി, കാരണം ഇത് പെട്ടെന്ന് വേവും. നമുക്ക് കാളന് വേണ്ടിയുള്ള കായ അരിഞ്ഞു വെക്കാം. അതിന് കുറച്ച് മാറ്റിയിട്ട് നമുക്ക് കായ വറക്കാം കേട്ടോ. കുക്ക് ചെയ്യണ ഫുൾ വീഡിയോ ഒന്നും ഇതിലില്ല കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യണതിൻ്റെ ഇടയിലെടുത്ത കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. നമ്മളിന്ന് വെക്കണത് പാലട പായസമാണ്. ഈ പാലട പായസത്തിൻ്റെ മിക്സ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ അട കുറവാണ്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ വേറെ അട മാത്രമുള്ളൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് സെപ്പറേറ്റ് പാലിൽ വേവിച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ കാളനും പൈനാപ്പിൾ പുളിശ്ശേരിയും സാമ്പാറും രസവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് 4ഉം കടുക് വറുത്തെടുക്കാം കേട്ടോ. നമ്മുടെ പാലടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ കാഷ്യൂനട്ട്സ് വറുത്ത് അതിലേക്ക് ആഡ് ചെയ്തപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് റെഡി ആയിട്ട് പോയി സദ്യ കഴിക്കാം. ഈ മേളിലത്തെ മാല ലാസ്റ്റ് ഇവിടെ നാട്ടിൽ പോയപ്പം എനിക്ക് വിഷ്ണു ഉണ്ടാക്കി തന്നാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സദ്യയൊക്കെ റെഡിയായി, ഞാനും റെഡിയായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയ ഫുഡ്. അപ്പൊ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് നോക്കാം. ചോറ്, രസം, കാളൻ, കൂട്ടുകറി, അവിയല്, പൈനാപ്പിൾ പുളിശ്ശേരി, എരിശ്ശേരി, ബീട്രൂട്ട് പച്ചടി, ക്യാരറ്റ് തോരൻ, ബീട്രൂട്ട് മെഴുക്കുവരട്ടി, സാമ്പാർ, പായസം, ചിപ്സ്. ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇത് ഫ്രോസൺ വാഴയിലയാണ്. ഇത് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പൊ നമുക്ക് സദ്യ കഴിക്കാം.
ഫൈനലി നമ്മുടെ സദ്യ ഫുൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ രണ്ടുപേർക്കും വിളമ്പി കേട്ടോ, രണ്ടിലയിൽ വിളമ്പി. ഇനി നമുക്കത് കഴിക്കാം. പായസമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പായസമൊക്കെ ഒരു ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച്, പപ്പടം നേരത്തെ ഞാൻ വെക്കാൻ മറന്നു, അപ്പോൾ അതൊക്കെ വറുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം വിളമ്പി വന്നപ്പം ഇല ഫുൾ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പം ഒരു പ്രത്യേക സന്തോഷം. ഇനിയിപ്പോൾ ഈ കറികളെല്ലാം ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ഞാൻ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ. See you.